ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും പുതിയ കുറച്ച് വിജ്ഞാപനങ്ങളെക്കുറിച്ചാണ്, അതായത് ഈ ആഴ്ചയോടെ അല്ലെങ്കിൽ ഈ വരുന്ന ഡിസംബറോടെ ആദ്യ വീക്കിൽ വരാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളെക്കുറിച്ചാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC നോട്ടിഫിക്കേഷനാണ്. ഈ ഒരു വാഹനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഫയർഫോഴ്സിലേക്ക് ഓഫീസർ ട്രെയിനി ആയിട്ടും ഡ്രൈവറായിട്ടും ഒക്കെ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ്. വളരെയധികം ആളുകൾ കാത്തിരിക്കുന്ന ഒന്നാണ് ഫയർഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. +2 ലെവൽ ഒരു വിജ്ഞാപനമാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ കുറച്ചധികം വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സംസ്ഥാനതലവും ജില്ലാതലവുമാണ് നോക്കുന്നത്. 25/11/2000 നവംബർ 25 ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് 40ഓളം കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനാണ് നവംബർ 25 ചേർന്ന PSC യോഗം തീരുമാനിച്ചിരിക്കുന്നത്. PSC പബ്ലിക് സർവീസ് കമ്മീഷന്റെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അതിലാദ്യം തന്നെ സംസ്ഥാന തലത്തിലേക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആകെ സംസ്ഥാന തലത്തിൽ 11ഓളം വിജ്ഞാപനങ്ങളാണ് സംസ്ഥാന തലവുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത്. അതിൽ ഒന്നാമത്തത് ഇങ്ങനെയാണ്: കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ മാർക്കറ്റിംഗിലേക്കാണ്. പാർട്ട് 1, 2 എന്ന രീതിയിൽ ജനറൽ സൊസൈറ്റി 2 ജനറൽ കാറ്റഗറിയും സൊസൈറ്റി കാറ്റഗറിയും വിളിക്കുന്നുണ്ട്. രണ്ടാമത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ, അത് പ്രോജക്ട്സിലേക്കാണ്. ആദ്യം മാർക്കറ്റിലേക്കാണെങ്കിൽ രണ്ടാമത് പ്രോജക്ട്സിലേക്കാണ്. ജനറലും സൊസൈറ്റി കാറ്റഗറിയും തന്നെയാണ്. അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ, അത് HRDയിലേക്കാണ്. അപ്പോൾ മാർക്കറ്റിംഗ്, പ്രോജക്ട്സ്, HRD എന്നിവിടെ ഈ 3 തലത്തിലേക്കും വിളിക്കുന്നുണ്ട്. ജനറലും സൊസൈറ്റി കാറ്റഗറിയും പരീക്ഷ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സംസ്ഥാനതല പരീക്ഷയാണ്. മറ്റൊന്ന് ഭൂജല വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജ്ഞാപനവും വരാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ, ആയുർവേദത്തിന്റെ മെഡിക്കൽ ഓഫീസർ തസ്തിക മാറ്റം മുഖേനയുള്ള ഒരു വിജ്ഞാപനമാണ് വരാൻ വേണ്ടി പോകുന്നത്. പിന്നീട് ഭൂജല വകുപ്പിൽ ജൂനിയർ ജിയോ ഫിസിസ്റ്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വരുന്നുണ്ട്. പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ആണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2. ഇതാണ് അടുത്തത് നമ്മളെ പ്രധാനപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്നിങ്ങനെയാണ് 2 പ്രധാനപ്പെട്ട ഒരു നമ്മുടെ +2 ലെവൽ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ, അതായത് ഫയർഫോഴ്സിലേക്ക് എന്താണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് ട്രെയിനി ആയിട്ടുള്ള ഒരു വിജ്ഞാപനം. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി വിജ്ഞാപനവും വരുന്നുണ്ട്. അതുപോലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു നോട്ടിഫിക്കേഷനും കൂടി വരുന്നുണ്ട്. ഇത് രണ്ടും സംസ്ഥാനതല, ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന 11 സംസ്ഥാനതല നിയമനമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫയർഫോഴ്സിന്റെ ആ ഒരു വിജ്ഞാപനം വരികയാണ് അടുത്ത ആഴ്ചയോടുകൂടി. എന്താണ്, തയ്യാറായി നിൽക്കുക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അടുത്തത് ജില്ലാതലത്തിലേക്കുള്ള വിജ്ഞാപനമാണ്. ജനറലാണ്. ജില്ലാതല വിജ്ഞാപനം നോക്കാം. വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, സംസ്കൃതമാണ്, ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം വന്നിട്ടുണ്ട്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആണ് വന്നിരിക്കുന്നത്. അതുപോലെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തിക മാറ്റം മുഖേനയുള്ള ഒരു വിജ്ഞാപനം. പിന്നെ മറ്റൊന്ന് മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആയിട്ട് മലപ്പുറം ജില്ലയിലേക്ക് ഇവിടെ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. എന്താണ്, വനിതകൾക്കാണ്. മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആയിട്ടാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലേക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ചിക്ക് സെക്സർ ആയിട്ടൊരു വിജ്ഞാപനം വരുന്നത്. ചിക്ക് സെക്സർ പാലക്കാട് ജില്ലയിലേക്കാണ്. മൃഗസംരക്ഷണ വകുപ്പിലാണ് ചിക്ക് സെക്സർ ആയിട്ടൊരു വിജ്ഞാപനം വരുന്നുണ്ട്. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ എന്താണ്, വിവിധ വകുപ്പുകളിൽ ആയ പോസ്റ്റും എന്താണ് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായിട്ട് ഈ ഒരു ആയ തസ്തികയിലേക്കും എന്താണ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. ഇത്രയുമാണ് 17 ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ 17 ജനറൽ റിക്രൂട്ട്മെന്റ്, അതിൽ 11 എന്താണ് സംസ്ഥാനതല വിജ്ഞാപനവും ബാക്കി 6 എന്താണ് ജില്ലാതല വിജ്ഞാപനവുമായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇതിൽ വളരെ പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്കുള്ള ഇതാണ്. +2 പിന്നെ ആ ഒരു യോഗ്യതയായിട്ടുള്ള ഒരു തസ്തികയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിയും ആയിട്ട് വരുന്നത്. നല്ല രീതിയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ മറ്റ് വിശദാംശമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിന്റെ എല്ലാ വശങ്ങളും, ഇതുവരെയുള്ള നിയമനത്തിലെല്ലാം പരിശോധിച്ചുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
കൃത്യമായി ഇത്തരം വിജ്ഞാപനങ്ങളെ പരിശോധിക്കുക. കുറെ NCA വിജ്ഞാപനങ്ങളും വന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണോ അതിലേക്ക് അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങളിലേക്ക് എത്തും. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്